തൃശൂരിൽ വോട്ട് ചെയ്ത ശേഷം സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ മടങ്ങി എന്ന ഡിസിസി പ്രസിഡന്റിന്റെ ആരോപണം ശരിവച്ച് നാട്ടുകാർ. നെട്ടിശ്ശേരിയിലെ വീട്ടിൽ സുരേഷ് ഗോപിയോ ബന്ധുക്കളോ ഇപ്പോൾ താമസമില്ലെന്ന് അയൽവാസി ദാസൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇതുവരെ മണ്ഡലത്തിൽ ഇല്ലാത്ത ആയിരക്കണക്കിന് വോട്ടർമാരെ ചേർത്ത് ബിജെപി കൃത്രിമം നടത്തിയെന്നാണ് കോൺഗ്രസും ഇടതുപക്ഷവും ആരോപിക്കുന്നത്. നടരാജ് പരശുരാം തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. വീട്ടുകാരെ താമസിക്കുന്നത് അവര് കുടുംബക്കാരും മറ്റവരാരെങ്കിലും കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നോ? ഇലക്ഷന് ശേഷം അവര് ഇടയ്ക്ക് വന്ന് പോയായിരുന്നു. പിന്നെ കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വന്ന് പോവാറുണ്ട്. ആദ്യമേ ഉള്ളതാ കുറെ കാലങ്ങളായിട്ട്. ഇപ്പൊ അവരിവിടെ ഇല്ല. ഇപ്പൊ വേറൊരു വീട്ടുകാരെ താമസിക്കുന്നത്. നടരാജിലേക്കാണ്. നടരാജ്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കണ്ട ഒരു പ്രതിഭാസമായിരുന്നു. കുടുംബം ഒന്നടങ്കം തൃശ്ശൂരിലെത്തുന്നു, അവിടെ വോട്ടർ പട്ടികയിൽ 11 ആളുകളുടെ പേര് ചേർക്കുന്നു, വോട്ട് ചെയ്യുന്നു, സുഖമായി മടങ്ങുന്നു. അതിനുശേഷം ഒന്നുമില്ല, അവിടെ മറ്റാരോ താമസിക്കുന്നു. കൃത്യമായിട്ട് ഇവരുടെ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നത് പോലെ തന്നെ കുറച്ചധികം വോട്ടർമാരെ തിരികെ കയറ്റാനുള്ള ഒരു ചെറിയ ശ്രമമായിരുന്നു അന്ന് നടന്നത്, അല്ലേ? അങ്ങനെയാണ് ഡിസിസി പ്രസിഡന്റിന്റെ ആരോപണം. സുരേഷ് ഗോപിയുടെ വീടിന്റെ കാര്യത്തിൽ ഡിസിസി പ്രസിഡന്റിന്റെ ആരോപണം ശരിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ ആരും താമസമില്ല. ഈ വീട് ഇപ്പോൾ പ്രജിത്ത് എന്നുള്ള ഒരാളുടെ പേരിലാണ്. അദ്ദേഹം കർണാടകയിൽ വ്യവസായിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ, വയോധികരായ രക്ഷിതാക്കൾ മാത്രമാണ് ഇവിടെ താമസം. നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഡിസിസി പ്രസിഡന്റ് പറഞ്ഞ പോലെ അക്കാലത്ത് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം അവരുടെ കുടുംബങ്ങളൊന്നും ഇല്ല എന്നാണ്. സുരേഷ് ഗോപിക്ക് ഇവിടെ പുതിയ വീടുണ്ട്. അദ്ദേഹത്തിന്റെ വോട്ട് അദ്ദേഹത്തിന്റെ പുതിയ ഓഫീസ് കം റെസിഡൻസ് അവിടെ അതിൻ്റെ പേരിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ വോട്ടൊന്നും തന്നെ മറ്റു സ്ഥലത്തേക്ക് മാറ്റിയതായിട്ട് അറിവില്ല. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടാണ് കഴിഞ്ഞ ദിവസം ഡിസിസി പ്രസിഡന്റ് ആരോപണത്തിന് ഉപയോഗിച്ചത്. ഈ വീട്ടിൽ 11 വോട്ടുകൾ ചേർത്തിരുന്നു. ആ 11 വോട്ടുകൾ ഇപ്പോൾ ഇല്ല. പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റും അതില്ല. ഇത്തരത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ഏതാണ്ട് 28,000-ലധികം വോട്ടുകൾ ചേർക്കപ്പെട്ടു. തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഏതാണ്ട് 9,000-ഓളം വോട്ടുകൾ ഇത്തരത്തിൽ ചേർക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ ആരോപണം വലിയ രീതിയിൽ CPI ഉന്നയിക്കുന്നുണ്ട്, കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സുൽകുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ തങ്ങൾ കൊടുത്ത പരാതിയിലൊന്നും തന്നെ മറുപടി നൽകിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ സുതാര്യത സംശയത്തോടെ തന്നെ നോക്കിക്കാണേണ്ടി വരുമെന്നും സുൽകുമാറും പറയുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ വോട്ടർ പട്ടിക വിവാദം ആളി പടരുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് CPM ദേശീയ സെക്രട്ടറി MA ബേബി ഒക്കെ തന്നെ ഇന്ന് ജില്ലയിലുണ്ട്. ഇവരൊക്കെ തന്നെ ഈ വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് നടത്തുക എന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും വലിയ രീതിയിൽ കള്ളവോട്ടും വോട്ട് പട്ടിക വിവാദവും ഒക്കെ തന്നെ മണ്ഡലത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്.